ഇന്ന് 12ാമത്തെ ദിവസം രാവിലെ എണീക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര മുഖം കഴുകിയിട്ടും എനിക്ക് ഉറക്കക്ഷീണം അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. രാവിലെ കുളിക്കായിരുന്നു നല്ലതെന്ന് പിന്നെ എനിക്ക് തോന്നി. ഇന്ന് പട്ടുവിനെ തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ ടിഫിൻ ബോക്സിൽ എന്ത് വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാനും. അവൾക്ക് ഇങ്ങനെ മൈൽഡായിട്ടുള്ള ഫുഡ് മാത്രമാണ് കഴിക്കാൻ പറ്റുന്നത്. വായുടെ ഉള്ളിലൊക്കെ അലർജി ആയിട്ട് പൊട്ടലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാസ്തയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും ഓണിയനൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് സ്നാക്ക് ബോക്സിൽ വെക്കാനായിട്ട് ഒരു ഫ്രൂട്ട്സും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അതുകൊണ്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ അടിക്കടി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാറുണ്ട്. എനിക്കിങ്ങനെ റെഡ് കളറിലിരിക്കുന്ന പാസ്തേനേക്കാളും ഇതുപോലെ വൈറ്റ് കളറിൽ നല്ല ചീസി ക്രീമി ആയിട്ടിരിക്കുന്ന പാസ്തയാണ് കേട്ടോ ഇഷ്ടം. പട്ടുവിനായാലും ചുണ്ടുവിനായാലും അതുപോലെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് അത്യാവശ്യം ചീസൊക്കെ ഇട്ട് നല്ല ക്രീമി ആക്കി എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ പാസ്തയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എല്ലാവർക്കും എഗ് ദോശയാണ് ഉണ്ടാക്കിയത്. എഗ് ദോശയും ചട്നിയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും നോൺ വെജിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. കുറേ നാളായില്ലേ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അതുണ്ടാക്കി. പിന്നെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു. ടിഫിൻ ബോക്സൊക്കെ പാക്ക് ചെയ്തു, സ്നാക്ക് ബോക്സൊക്കെ പാക്ക് ചെയ്തു. ഉണ്ടാക്കിയ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചുണ്ടുവിൻ്റെ മുമ്പിൽ. ഏതാ അച്ഛ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് എനിക്ക് ബുൾസൈ വേണമെന്ന് പറഞ്ഞിട്ട്, അത് ഹാഫ് ബോയിൽ വേണമെന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ടാക്കി കൊടുത്ത് എങ്ങനെയൊക്കെയോ അവളെ കൺവിൻസ് ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ ഉണ്ടോ കണ്ടില്ലേ, പുറത്ത് നല്ല മഴയാണ്. 9:30 ഇറങ്ങേണ്ട ഞങ്ങൾ 9:40 വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. എങ്ങനെയൊക്കെയോ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി അവിടെ ചുണ്ടുവിനെ കൊണ്ടാക്കി. ഇന്ന് ഞാൻ ചുണ്ടുവിനെ കൊണ്ടാക്കാനായിട്ട് സ്കൂളിൽ പോകുന്നു. അപ്പോഴൊക്കെ ലഡുവിനെ കൊണ്ടാക്കാനായിട്ട് ആളുടെ അമ്മ വരും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാനും ആളും തമ്മിൽ ഫ്രണ്ട്സായത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സമയം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സ്പെൻഡ് ചെയ്യും. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടപ്പെടാത്തതല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ജ്വല്ലറിയിലേക്കാണ് പോയത്. ആൾ സ്ഥിരമായിട്ട് പോകുന്ന ജ്വല്ലറി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 1-2 സാധനങ്ങൾ ആൾക്ക് എടുക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ചുണ്ടുവിനെ എടുത്തിട്ട് വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ചുണ്ടുവിൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ. സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായി, സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ചു, സ്കൂളിൽ ഫ്രണ്ട്സ് എന്തൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരിക്കും സ്കൂളിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന്. അതൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. ഒരുമിച്ച് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. കിച്ചൺ ക്ലീൻ ചെയ്യുക, കിച്ചണിലെ ഫുഡൊക്കെ ചൂടാക്കി എടുത്ത് വയ്ക്കുക, അതുപോലെ കുറച്ച് തുണികളൊക്കെ ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഇന്ന് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇന്ന് മഴയൊക്കെ പെയ്തല്ലോ, മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പായിട്ടുണ്ട്. ഇവിടെ വീണ്ടും സൈക്ലോൺ പോലെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. 2-3 ദിവസം മഴയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സാധ്യതകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ചിക്കൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ കറി വെക്കാനുണ്ട്. അതുപോലെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. പട്ടുവിനൊക്കെ ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം. ബാക്കി സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും അവൾ ചിക്കൻ ഫ്രൈ കറക്റ്റായിട്ട് കഴിക്കും കേട്ടോ. ഏകദേശം 1 മാസത്തിന് മേലെയായിട്ട് നമ്മളിവിടെ നോൺ വെജ് ഒന്നും വെച്ചേർന്നില്ല നോമ്പ് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ സ്മെല്ല് അടിച്ചിട്ട് രണ്ടുപേരും വരുന്നുണ്ടായിരുന്നു. കുറേ നാളായില്ലേ കഴിച്ചിട്ട്. അതുകൊണ്ട് പിന്നെ എനിക്കും അതെ, കുറേ നാൾക്ക് ശേഷം നോൺ വെജൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് പൊതുവേ നോൺ വെജ് വെക്കാനാണ് ഇഷ്ടം കേട്ടോ. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറയുണ്ടായി, നോൺ വെജ് വെക്കാനാണ് ഇഷ്ടം. ഞാൻ നോൺ വെജ് നല്ല അടിപൊളിയായി വെക്കും, അങ്ങനെയല്ല. നോൺ വെജ് വെക്കണ സമയത്തും എങ്ങനെ അത് മുമ്പത്തെക്കാളും നന്നാക്കി വെക്കാം, എങ്ങനെ മുമ്പത്തെക്കാളും വ്യത്യസ്തമായിട്ട് വെക്കാം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ ആവാറൊന്നുമില്ല കേട്ടോ. ചില സമയത്തൊക്കെ പാളി പോവാറുണ്ട്, ചിലപ്പോൾ നന്നാവാറുണ്ട്. പക്ഷേ എനിക്കത് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നോർമലി നമ്മൾ നാട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കാൻ ശ്രമിച്ചിട്ടുള്ളതും. അങ്ങനെ ആയോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ നൈറ്റിൽ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്കൊക്കെ കടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് ചിലവരൊക്കെ പറഞ്ഞറിയിച്ചായിരുന്നു. ഒരുപാട് ആളുകൾ കണ്ടില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.